രേണുക, ഉപതെരഞ്ഞെടുപ്പാണ്. പല വിഷയങ്ങളും ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടും. ഒരു പക്ഷേ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കോൺഗ്രസ് നേതാക്കളുടെ വാഹനം പരിശോധിച്ചത് അടക്കം ഇന്ന് വരും മണിക്കൂറുകളിലൊക്കെ ചർച്ചയാവാം. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോര് മുറുകുന്നത്. തെമ്മാടി രാഷ്ട്രം എന്ന പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് നിലമ്പൂർ പോലെയുള്ള ഒരു മേഖല, അവിടെ കൃത്യമായി വോട്ടു സ്വാധീനം ഉള്ള വിഭാഗങ്ങൾ ഉണ്ട്. അത്തരം കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രചാരണം, അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ അന്താരാഷ്ട്ര വിഷയങ്ങളും കൂടുതൽ നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? എല്ലാ വിഷയങ്ങളും നിലമ്പൂർ ചർച്ച ചെയ്യുന്നു. കെ പി അഭിലാഷ്, ഉപതെരഞ്ഞെടുപ്പാണ്, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു. വിഷയങ്ങൾ മാറി മറിഞ്ഞു വരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിൽ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുമായുള്ള UDFന്റെ ബന്ധം തുറന്നുകാട്ടാനാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ സംസാരം നമ്മൾ കേട്ടതാണ്. 2 യോഗങ്ങളിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് സംസാരിച്ചത് ജമാഅത്തെയുമായുള്ള UDF ബന്ധം തുറന്നുകാട്ടുന്നതിനാണ്. മതരാഷ്ട്രവാദികളുമായി കൂട്ടുകൂടുന്നു 4 വോട്ടിന് വേണ്ടി എന്നതാണ്. എല്ലാ കാലത്തും കേരളം അകറ്റി നിർത്തിയവരുമായി UDF 4 വോട്ടിന് വേണ്ടി കൂട്ടുകൂടുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടാനും തുറന്നുകാട്ടാനുമാണ് മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്. മാത്രവുമല്ല, ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അത് കഴിഞ്ഞ തങ്ങൾ പാണക്കാട്ടെ തങ്ങൾമാർ മുൻകാലങ്ങളിൽ ചെയ്യാതിരുന്നത് ഇപ്പോൾ ചിലർ ചെയ്യുന്നു എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അത് മാധ്യമ സ്ഥാപനങ്ങളുടെ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്ന തങ്ങളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റു ചിലർ ഇപ്പോൾ മറ്റൊരു സമീപനം സ്വീകരിക്കുന്നു എന്ന കാര്യം മുഖ്യമന്ത്രി വ്യക്തമായും ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് സംസാരിച്ച കാര്യത്തിൽ തന്നെയാണ് ഇന്ന് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോഴും അവർ ആ വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അസോസിയേറ്റ് അംഗമാക്കിയിരിക്കുന്നു മതരാഷ്ട്രവാദികളെ UDF എന്ന് പറയുന്നു. അവർക്ക് അംഗീകാരം കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മാധ്യമങ്ങളോട് ഇന്ന് MV ഗോവിന്ദൻ സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ LDFന്റെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയം, അല്ലെങ്കിൽ അവർ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്ന വിഷയമായി ഇത് ഇവിടെ നിലനിർത്തുന്നു. അത് നിലനിർത്തുക എന്നത് LDFന്റെ നിലപാടാണ്. അവർ അതിൽ ഊന്നൽ കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് KP അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ എല്ലാ അന്താരാഷ്ട്ര വിഷയങ്ങളും നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇറാഖിലെയൊക്കെ യുദ്ധവും നടപടികളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഗദ്ദാഫിയുടെ കാര്യങ്ങൾ പോലും. അങ്ങനെയൊക്കെ ഓരോ ഘട്ടത്തിലും ഓരോ രാഷ്ട്രങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മളുടെ തെരഞ്ഞെടുപ്പ് രംഗം കടന്നുപോയിട്ടുള്ളത്. നമ്മുടെ ചരിത്രം അതാണ്. ഇപ്പോൾ ഇസ്രായേൽ ഇറാനിൽ നടത്തിയിരിക്കുന്ന ഈ കടന്നുകയറ്റവും നിലമ്പൂരും ചർച്ച ചെയ്യുന്നു. നമുക്കറിയാം, നിലമ്പൂർ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ഉണ്ടാകും. മുഖ്യമന്ത്രി കടന്ന ഭാഷയിൽ തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ആദ്യം പ്രതികരിച്ചത്. മുഹമ്മദ് റിയാസും അതേ രീതിയിൽ ഗുണ്ടാരാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇന്നലെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ഇവർ ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് പലസ്തീൻ 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 എന്ന് പറഞ്ഞു വരുന്നത്. പലസ്തീൻ അവിടെ തന്നെയുണ്ട്. പലസ്തീനിലെ ഈ വംശഹത്യ നടത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അവിടെ തുടർന്നു വരികയാണ്. കോൺഗ്രസ് UDF എല്ലാ കാലത്തും പലസ്തീനിലെ ജനങ്ങൾക്കൊപ്പമാണ്. പക്ഷേ CPMന് LDFന് പലസ്തീൻകാരോട് ഇഷ്ടം തോന്നുന്നത് തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടാനുള്ള CPM തന്ത്രമാണ്, LDF തന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനാണ് VD സതീശൻ ശ്രമിച്ചത്. പക്ഷേ ഇടതുപക്ഷത്തിന്റേത് നയമാണ്. ഇടതുപക്ഷം എന്നും തുടർന്നു വരുന്ന നയമാണ്. അത് പലസ്തീനൊപ്പമാണ്. ഇസ്രായേൽ എന്നത് തെമ്മാടി രാഷ്ട്രമാണ്. ആ രീതിയിൽ മാത്രമേ ഇസ്രായേലിനെ കണ്ടിട്ടുള്ളൂ എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പക്ഷേ ഇതിൽ കേരളം ഇസ്രായേലുമായി നടത്തുന്ന സഹകരണങ്ങൾ ഒക്കെ ചൂണ്ടിക്കാട്ടി മുസ്ലിം സംഘടനകൾ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ നിലമ്പൂരിൽ മാറുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഇതിനിടയിലാണ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇവിടെ ഉടലെടുത്തത്. UDFനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം കൂടുതൽ ചർച്ച ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് ആശാവഹമായിട്ടുള്ള ഒരു കാര്യമല്ല. അവരത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ നേതാക്കൾ ചുരുങ്ങിയ വാക്കുകളിൽ അതിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇടതുപക്ഷം അതിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് PMA സലാമിന് ഉൾപ്പെടെ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വന്നു.
പറയുന്നു. 30 വർഷം ബന്ധം പുലർത്തിയത് ഇടതുപക്ഷമാണ്. അവർ മാറ്റി മാറ്റി പറയുന്നു കാര്യങ്ങൾ. അവർ ആദ്യം കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് PMA സലാം പറയുമ്പോൾ ഇന്നലെയും തെളിവുകൾ നിരത്തി ദേശാഭിമാനി ലേഖനം മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞ പ്രസ്താവന ഉൾപ്പെടെ നിരത്തിക്കൊണ്ട് VD സതീശനും ഇവർക്ക് നേരത്തെ ഉള്ള കാലഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം എന്ത് എന്നത് തുറന്നു പറയാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അതിനും അപ്പുറം മറ്റു വിഷയങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം മറ്റു വിഷയങ്ങളിൽ കേന്ദ്രീകരിപ്പിക്കാനുള്ള ശ്രമം UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിലൊന്നായിരുന്നു ഇന്നത്തെ വാഹന പരിശോധന എന്ന വിഷയം. പക്ഷേ അത് UDFനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം പോയതോടുകൂടി അത് ഇനി എത്ര UDFനെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു ഭീഷണിയാണ്, ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്താനുള്ള ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അധിക നാൾ UDFന് അല്ലെങ്കിൽ അധിക സമയം UDFന് പ്രതിരോധിച്ച് നിർത്താനാകില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ LDFന് ഒരു കോൺഫിഡൻസ് ആണ്. LDF പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നു. മുഖ്യമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിന് സമാനമായി ഈ വിഷയങ്ങളിൽ ആവർത്തിച്ച് കടന്നു കയറിയുള്ള പരാമർശങ്ങൾ നടത്താനും കടന്നാക്രമണം നടത്താനുമുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതിന്റെ സൂചന തന്നെയാണ് MP ഗോവിന്ദനും TP രാമകൃഷ്ണനും ഒക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഹിന്ദു മഹാസഭയുമായിട്ടുള്ള ബന്ധം അങ്ങനെ ചൂണ്ടിക്കാട്ടി ഇതിനെ പ്രതിരോധിക്കാനൊക്കെ UDF ശ്രമിക്കുന്നുണ്ട്. അവരാരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അതൊക്കെ ആദ്യമേ തന്നെ തള്ളി പറഞ്ഞതാണ്, അതൊന്നും വില പോവില്ല എന്നുകൂടി MP ഗോവിന്ദൻ പറഞ്ഞു നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഊന്നി ഈ വിഷയത്തിൽ മുന്നോട്ട് പോയി UDFനെ മാക്സിമം പ്രതിരോധത്തിലാക്കാനുള്ള ഒരു നീക്കമാണ് ഇടതുപക്ഷത്തു നിന്നും ഉണ്ടാകുന്നത്. യെസ്, അതേസമയം മലപ്പുറം വിവാദത്തെക്കുറിച്ച് ഇന്നലത്തെ 2 യോഗങ്ങളിലും മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടുമില്ല. വഴിക്കടവിലും എടക്കരയിലും ആണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗങ്ങൾ നടക്കാനിരിക്കുന്നത്. മലയോര മേഖലയിലെ പ്രശ്നങ്ങളും പെൻഷൻ വിഷയവും ഉയർത്തി പ്രചാരണം ശക്തമാക്കാനാണ് UDFന്റെ തീരുമാനം. VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ മുതൽ അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ മതസാമുദായിക സംഘടനകളുടെ പിന്തുണ വലിയ ചർച്ചയായി വന്നു. അതിൽ തന്നെ PDPയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയാണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. MP ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടാകുന്ന ഏറ്റവും ഒടുവിലത്തെ പ്രതികരണങ്ങളിലും ലോകത്ത് തന്നെ ഇങ്ങനെ ജമാഅത്തെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നത് UDF മാത്രമാണ്, കോൺഗ്രസ് മാത്രമാണ് എന്ന് പറയുമ്പോൾ കൃത്യമായി ഇടതുപക്ഷം അവർ പറയേണ്ട വിഷയങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രതിപക്ഷം ഉന്നയിക്കുന്ന പല വിഷയങ്ങളും, അതായത് മലപ്പുറം പരാമർശം അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് തെന്നിമാറി നിൽക്കുകയും ചെയ്യുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇന്നലെ പ്രധാനമായും പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി വിഷയമാണ്. മുഖ്യമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം അദ്ദേഹത്തെ കൊണ്ട് പറയിക്കാൻ ശ്രമിച്ചത് മലപ്പുറം പരാമർശം തന്നെയാണ്. മലപ്പുറം ജില്ലയോട് LDF കാലാകാലങ്ങളായി അവഗണന തുടരുന്നു എന്ന ഒരു ആരോപണത്തിലുള്ള മറുപടിയാണ്. പക്ഷേ ഇന്നലെ 2 യോഗങ്ങളിലും മുഖ്യമന്ത്രി അതിൽ തൊട്ടില്ല. ഇന്ന് അദ്ദേഹം എന്ത് പറയുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുഖ്യമന്ത്രി പ്രധാനമായും പറയാൻ ശ്രമിച്ചതും ശക്തമായി വിമർശിച്ചതും ജമാഅത്തെ ഇസ്ലാമി ബന്ധം തന്നെയാണ്. അത് ചർച്ചയാക്കാൻ CPM ആഗ്രഹിക്കുന്നു. വികസനം ഒരു വഴിക്ക് 2 ഭാഗങ്ങളായി ഇന്നലെ മുഖ്യമന്ത്രിയുടെ പൊതുയോഗത്തിലെ പ്രചരണത്തെ കാണും. ആദ്യ ഭാഗം അദ്ദേഹം പൂർണ്ണമായും വിനിയോഗിച്ചത് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധത്തെയും ലീഗ് മുൻകാലം എടുത്ത നിലപാടിന് എത്രത്തോളം വിരുദ്ധമാണ് ഇപ്പോഴത്തെ ലീഗിന്റെ മുൻ അധ്യക്ഷന്മാർ തങ്ങൾമാർ എടുത്ത